കരങ്ങൾ രണ്ട് തുറന്ന് യാചനാപൂർവ്വം പിടിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റ് ചൊല്ലുക. ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ, നമ്മുടെ നൊമ്പരങ്ങളെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പറയാൻ ഒത്തിരി ഉണ്ട്, ഒത്തിരി പ്രാർത്ഥനയുടെ വിഷയങ്ങളുണ്ട്. എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ച് ഒരുമിച്ച് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സങ്കടങ്ങളെ, ഞങ്ങളുടെ വേദനകളെ, ഞങ്ങളുടെ കണ്ണുനീരിനെ കുപ്പിയിൽ ശേഖരിക്കുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജീവിതത്തിന്റെ വല്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങൾ കടന്നു പോകുന്ന ഈ അനുഭവങ്ങളിലും നിരാശയുടെയും ആകുലതകളുടെയും അസ്വസ്ഥതകളുടെയും കണ്ണുനീരിന്റെയും നടുവിലും കർത്താവേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ കാരുണ്യത്തിൽ പ്രത്യാശ അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഹൃദയം കൊണ്ട് നീ നേടിത്തന്ന രക്ഷയുടെ ആനന്ദം അനുഭവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും നീ ഇറങ്ങി വരണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ. ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സിനേറ്റ എല്ലാ മുറിവുകളിലേക്കും നീ ഇറങ്ങി വരണമേ. കർത്താവായ ഈശോയെ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ അസാധ്യമായി നിൽക്കുന്ന എല്ലാ പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരു കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ എല്ലാ വേദനകളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. കർത്താവ് നമ്മുടെ കണ്ണുനീര് കാണുന്ന സമയമാണ്. ഈശോ നമ്മുടെ വേദനകൾ ഒപ്പുന്ന സമയമാണ്. കർത്താവിൻ്റെ മുമ്പിൽ നീ ഒഴുക്കുന്ന ഒരു തുള്ളി കണ്ണുനീര് പോലും കർത്താവ് കാണാതെ പോകില്ല. അതല്ലേ സങ്കീർത്തകൻ പറഞ്ഞത്, നിന്റെ കണ്ണുനീർ കണങ്ങൾ അവൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ അലച്ചിലുകളുണ്ടല്ലോ അവൻ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കർത്താവ് ഈ അൽത്താരയിലുണ്ട്. വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഏതാനും നിമിഷം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഒത്തിരി വേദനകളുള്ള മക്കളുണ്ട്, ഒത്തിരി സങ്കടങ്ങളുള്ളവർ ഇതിനകത്തുണ്ട്. യേശുവേ, കുടുംബത്തിൻ്റെ ബന്ധങ്ങളിൽ അസ്വസ്ഥതകളുള്ളവരുണ്ട്, കുടുംബത്തിൽ സമാധാനമില്ലാത്തവരുണ്ട്, സ്വസ്ഥതയില്ലാത്തവരുണ്ട്, അകാരണമായ ഭയത്തിൽ അകപ്പെട്ടു പോയവരുണ്ട്. കർത്താവേ, ആകുലതകൾക്ക്, നിരാശകൾക്കൊക്കെ അടിമപ്പെട്ടു പോയ മക്കളാണ് നിന്നെ വിളിച്ച് കരയുന്നത്. കർത്താവേ, ഇവരുടെ കണ്ണുനീര് നീ കാണാതെ പോകരുതേ. ഇവരുടെ വേദനകളെ നീ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, രോഗം മൂലം വേദനിക്കുന്നവരുണ്ട്, മാരക രോഗം മൂലം അസ്വസ്ഥരായിരിക്കുന്നവരുണ്ട്. യേശുവേ, കരുണയുടെ കരം നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ഈശോയെ, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുക. നിന്റെ ഹൃദയത്തിൻ്റെ വ്യതകളും വേദനകളും ഈശോട് പറയാം. ഒരു സഹോദരനോട് പറയുന്നത് പോലെ, ഒരു സ്നേഹിതനോടെന്ന പോലെ എന്നല്ലേ വചനം പറയുന്നത്. എൻ്റെ വേദനകൾ പറ. ഈശോയെ, ഇതൊക്കെയാണ് എൻ്റെ വിഷമം, എൻ്റെ സങ്കടങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാലോ. എന്തോരം വേദനിക്കുന്നുണ്ട്. രാത്രിയൊന്നും ഉറങ്ങിയിട്ട് എത്രയോ നാളായി. ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല. ഇതെവിടെ ചെന്ന് അവസാനിക്കുന്ന ആലോചിച്ചിട്ട് ഒരെത്തും പിടുത്തും കിട്ടുന്നില്ല. കർത്താവേ,
എൻ്റെ കണ്ണുനീരൊപ്പാൻ നീ ഇറങ്ങി വരണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. ഈശോ, നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നുമ്പോൾ കരം പേടിച്ചുയർത്താൻ നീ വരേണമേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ കരം പേടിച്ചുയർത്താൻ നീ വരേണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയിൽ രോഗികളായിരിക്കുന്ന മക്കള് നിങ്ങളുടെ അവസ്ഥകളെ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കാവോ? ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ രോഗാവസ്ഥകളിലേക്കും കർത്താവിൻ്റെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക. മാരക രോഗം മൂലം വേദനിക്കുന്നവരുണ്ടാകാം. ക്യാൻസറുകൾ, ട്യൂമറുകൾ പോലുള്ള രോഗങ്ങൾ, അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്നവർ, അങ്ങനെയുള്ളവർ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം. നമ്മുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളൊക്കെ ഈ നിമിഷം ചേർത്ത് വയ്ക്കുക. കുടുംബങ്ങളിൽ രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ആന്തരിക അവയവങ്ങളിൽ രോഗങ്ങളുള്ളവരുണ്ട്. ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രോഗികൾ ഇതിനകത്തുണ്ടാകാം. അസ്ഥി സംബന്ധമായ രോഗാവസ്ഥകൾ വല്ലാതെ ഭാരപ്പെടുത്തുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. കർത്താവേ, സ്വാഭാവികമായൊരു ജീവിതം പോലും നയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില രോഗപീഠകളാൽ വലയുന്നവരിതിനകത്തുണ്ടാകാം. ഈശോയെ, കുടുംബങ്ങളിൽ രോഗികളായി കഴിയുന്നവർ, തളർന്നു കിടക്കുന്നവരൊക്കെ ഉണ്ടാകാം. തമ്പുരാനെ, നിന്റെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ. ഇവരിപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്ന എല്ലാ രോഗാവസ്ഥകളുടെ മേലും കർത്താവേ, നിന്റെ കാരുണ്യത്തിൻ്റെ കരം നീട്ടണമേ, സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. രോഗത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും മോചനമേകി നീ അനുഗ്രഹിക്കൂ. രോഗത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും മോചനമേകി നീ അനുഗ്രഹിക്കൂ. ഞാനിതാ വിളിക്കുന്നു, യേശുവേ വരേണമേ. കർത്താവേ, ഞാനിതാ വിളിക്കുന്നു, യേശുവേ വരേണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ കരം പിടിച്ചുയർത്താൻ നീ വരേണമേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ കരം പിടിച്ചുയർത്താൻ നീ വരേണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ.